നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ എക്സ്ക്ലൂസീവ് സെക്ഷനാണ്. നമുക്കറിയാമല്ലോ, വളരെ വ്യത്യസ്തതയുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോപ്പിക്കിൽ കൊണ്ടുവരുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം, ഒരു ശുശ്രൂഷാനുഭവം ഒക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം രാജനന്ദഗാവിൽ നിന്ന് ഡോക്ടർ ആശ തോമസ്, വർഷങ്ങളായിട്ട് രാജനന്ദഗാവിൽ മിഷണറി ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. പ്രിയ ഡോക്ടർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. പ്രത്യേകമായി പ്രിയ ഡോക്ടറെ ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങളെ ചെയ്താട്ട് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവ മഹത്വത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ വ്യത്യസ്തതയുള്ള ജീവിതാനുഭവമൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ ഡോക്ടർ ആശ തോമസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ഡോക്ടറെ നമ്മുടെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം. പ്രൈസ് ദി ലോർഡ് മാമേ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. ഞാൻ ആശമാമ എന്നാണ് വിളിക്കുന്നത്, കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു കുടുംബ ബന്ധമൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ വായി വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ രാജനന്ദഗാവിൽ വന്ന് ഒരു ദിവസം പ്രിയപ്പെട്ട ഡോക്ടറൊക്കെ നടത്തുന്ന ആ സ്ഥാപനത്തിൽ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ലോകം അറിയണം എന്നുള്ളത്. അതുകൊണ്ടാണ് സമയമില്ലെങ്കിലും ഇങ്ങനെ ഒരു സെക്ഷൻ റിക്വസ്റ്റ് ചെയ്ത് പ്രിയ ഡോക്ടറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാൻ ഇടയായി തീർത്തത്. എന്തുകൊണ്ട് വിശേഷം അവിടെ രാജനന്ദഗാവിൽ? എന്തുകൊണ്ട് വിശേഷം? ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസം മുമ്പേ മെയ് 11-നായിരുന്നു പാസ്റ്റർ ഞങ്ങളുടെ ആശ്രം ഡേ. 72 വർഷം കഴിഞ്ഞു. 73ാമത്തെ ആശ്രം ഡേ സെലിബ്രേറ്റ് ചെയ്തു ദൈവകൃപയാൽ. അതെ, ആ ആശ്രമത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. കാരണം അവിടെ പ്രിയ ഡോക്ടറുടെ ഹസ്ബൻഡ് തോമസ് ഡോക്ടറുടെ പപ്പയൊക്കെ തുടങ്ങിയ ഒരു ആശ്രമമാണത്. ഒരു ഹോസ്പിറ്റലാണ്. വലിയൊരു സ്റ്റോറിയാണ്. മാത്രമല്ല, അതിനു മുമ്പ് നമുക്ക് പ്രിയ ആശ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. കേരളത്തിൽ കോഴഞ്ചേരിക്കാരി, മാരാമണ്ണുകാരി അല്ലേ? അതെ, മാരാമണ്ണുകാരി. അപ്പം കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ആയിക്കോട്ടെ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഞാൻ ജനിച്ചത് പാസ്റ്ററെ മലേഷ്യയിലായിരുന്നു. അപ്പം അവിടെ 2ാം ക്ലാസ് വരെ പഠിച്ചു. എന്റെ ഫാദർ അവിടെ വീടൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂൾ ഉണ്ടായിരുന്നു. എന്റെ മദർ അന്നത്തെ കാലത്തെ BSc B.Ed ആയിരുന്നു. അപ്പം നല്ല സൗകര്യമായിരുന്നു. അവിടെ സെറ്റിൽ ചെയ്തു. സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്റെ ഫാദറിന് വയറ്റിൽ അസുഖം വരാൻ വന്നോണ്ട് അമ്മ പറയാൻ തുടങ്ങി, നമുക്കങ്ങ് ഇന്ത്യക്ക് പോവാം. മാത്രമല്ല, എനിക്കപ്പം 7 വയസ്സേ ഉള്ളെങ്കിലും എൻ്റെ കൂടെ ചൈനീസ് പിള്ളേരും ഒക്കെ, അപ്പൊ അവരുടെ ഒക്കെ വർത്താനം കേട്ടിട്ട് ഞാനും പറയാൻ തുടങ്ങി, ഐ വിൽ മാരി എ ചൈനീസ് ആൻഡ് ഐ വിൽ ഗോ ടു ഓസ്ട്രേലിയ, അങ്ങനെയൊക്കെ ഒരു. അപ്പൊ കൊച്ചു പിള്ളേർക്ക് എന്തോ അറിയാം. അപ്പൊ എന്റെ മദറിന് മനസ്സിലായി ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. അതുകൊണ്ട് അമ്മ എന്നെയും എന്റെ ബ്രദറിനെയും, അമ്മയുടെ സിസ്റ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്, അമ്മച്ചിയുടെ അടുത്തോട്ട് ഞങ്ങളെ വിട്ടു. പിന്നെ പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്താണ്. എനിക്കൊരു ബ്രദർ ഉണ്ട്, ഫാമിലി. അവരിപ്പോ UK-ലാണ്, ഡോക്ടേഴ്സാ. ഒരു സിസ്റ്ററും ഫാമിലിയും അവർ ട്രിവാൻഡ്രത്തുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. അവരും ജോലിയോടൊപ്പം വേലയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിട്ടയർ ആയെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. മാരാമണ്ണിൽ ഇപ്പൊ എന്റെ പേരൻസ് ആരും ഇല്ല. എന്നെ കല്യാണം കഴിച്ചപ്പോ തൊട്ട് ഞാൻ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആശ്രമവുമായിട്ട് ഇവിടുത്തെ ഒരു മെമ്പറായി. ഡോക്ടർ തോമസുമായിട്ടുള്ള വിവാഹത്തിൽ അങ്ങ് ഛത്തീസ്ഗഡുകാരിയായിട്ട് മാറി അല്ലേ? മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ മാരാമണ്ണിലെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം മുഖാന്തരം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ സിസ്റ്ററുടെയും കുടുംബത്തെയും കാര്യം പറഞ്ഞു. ട്രിവാൻഡ്രത്തുള്ള എബ്രഹാം രായ്ച്ചാനും കുടുംബവും നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ കുടുംബമായിട്ട് നല്ലൊരു ബന്ധം വർഷങ്ങളായിട്ട് ദൈവം നൽകുവാനിടയെത്തുന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ സ്നാനപ്പെട്ടത് ബോംബെ വന്ന് ഞങ്ങളൊക്കെ ശുശ്രൂഷിച്ച ഫെയ്ത്ത് സിറ്റി ചർച്ചിലാണെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ അന്നേരം വന്നപ്പോൾ സ്നാനപ്പെടണം എന്ന് വിചാരിച്ചു, പക്ഷെ സ്നാനപ്പെട്ടില്ല. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം ഞാൻ മാരാമണ്ണി തന്നെയാ സ്നാനപ്പെട്ടത്. ശരി. എന്തോ ഒരു ഓർമ്മയുണ്ട്, അന്ന് സ്നാനപ്പെടാൻ വന്ന സമയത്താണെന്ന് തോന്നുന്നു, എന്തോ ഒരു
കാലുളുക്കുവോ ഏതാണ്ടൊക്കെ ചെയ്തൊരു ചെറിയ കൈ ഒടിഞ്ഞു കൈ ഒടിഞ്ഞു, സ്നാനപ്പെടാൻ പറ്റില്ല. ശരി, ഞാനിപ്പോൾ ഓർക്കുന്നു. ശരി തന്നെ. ഓക്കെ. എനിവേ, ഇത്രയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ കേൾക്കുവാനിടയായി തുടർന്നു. മാരാമണ്ണുകാർക്ക്, കോഴഞ്ചേരിക്കാർക്കൊക്കെ അറിയാമായിരിക്കാം ഈ കുടുംബത്തെ. കാരണം എനിക്കൊന്ന് കോഴഞ്ചേരിയിലെ ആദ്യത്തെ ബസ്സുകളിലൊന്ന് ആശാ ബസ്സായിരുന്നു, അല്ലേ? അതെ, അത് ഈ ഡോക്ടറുടെ പേരാ. ഡോക്ടർ ആശയുടെ പേരിലായിരുന്നു അന്ന് കോഴഞ്ചേരി കൂടെ ഓടിക്കൊണ്ടിരുന്ന വള്ളിക്കോട് കോട്ടയം റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ആ ബസ്. അപ്പോൾ അതുകൊണ്ട് പഴയ കോഴഞ്ചേരിക്കാർക്കൊക്കെ ഈ കുടുംബത്തെ അറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കപ്പം രാജനന്ദാകാവിലെ ആശ്രമത്തിലേക്ക് വരാം. അവിടുത്തെ കഥകളൊന്ന് കേട്ട് തുടങ്ങാം, അല്ലേ? അതെ. എവിടുന്ന് തുടങ്ങാം? അപ്പച്ചനിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ പറഞ്ഞാട്ടെ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. ഡോക്ടർ അനുഭവങ്ങളും പറയണം കേട്ടോ. ഓക്കെ. ഡോക്ടറെ സ്പിരിച്വൽ ലൈഫ് കേൾക്കണം. ആദ്യം അത് കേൾക്കാം. ഡോക്ടറെ സ്പിരിച്വൽ ലൈഫ്, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കാം. അതിനുശേഷം നമുക്ക് ആശ്രമത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിലോട്ട് ഞാൻ ട്രാൻഡ്രത്തെ അമ്മയുടെ സിസ്റ്റർ ലാമോട്ടിലെ അമ്മച്ചിയുടെ കൂടെ വളർന്ന്. അപ്പം അമ്മച്ചി ഒത്തിരി നിർബന്ധമായിരുന്നു, പ്രാർത്ഥിക്കണം, സൺഡേ സ്കൂളിലെ വചനം പഠിക്കണം. അതുകൊണ്ട് പഠിത്തത്തിന് മാത്രമല്ല ആത്മീക കാര്യങ്ങൾക്കും എനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടി. ഒരു പ്രാവശ്യം അമ്മച്ചി എന്നെ എന്റെ ബ്രദറിനെയും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്ത് ഒരു ഡോക്ടർ അക്ബർ ഹക്കിന്റെ മീറ്റിംഗിൽ പോയപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അന്ന് ആ ദേവദാസൻ പറഞ്ഞു, ഒരു ധർമ്മിയുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് തെറ്റിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഞാൻ പാപിയാണ്. അതുവരെ ഞാൻ വിചാരിച്ചു വേൾഡ് സൺഡേ സ്കൂൾ ഡേയുടെ ട്രോഫീസ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, വചനം എവിടെ ചോദിച്ചാലും അറിയാം, ടോപ്പർ ആയിരുന്നു സ്കൂളിലും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നല്ലൊരു കുട്ടിയാ, ഞാൻ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകും. അന്ന് ആ ദേവദാസൻ പറഞ്ഞപ്പോൾ ആ വചനം എന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാനും, അപ്പൊ ദേവദാസൻ പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റിരിക്കാൻ. ഞാൻ കണ്ണടച്ചോണ്ട് എഴുന്നേറ്റ് നിന്ന്. അമ്മച്ചി എന്തോ ചിന്തിക്കുക, എന്റെ ബ്രദർ എന്തോ ചിന്തിക്കുക, ഞാൻ കണ്ണ് തുറന്നില്ല. അന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഇതൊന്നും പറഞ്ഞു തരാം? അമ്മ പറഞ്ഞു, നീ എന്നും പള്ളിയിൽ പോന്ന, സൺഡേ സ്കൂളിൽ പോന്ന, നിനക്ക് അറിയായിരിക്കും രക്ഷിക്കപ്പെടണം എന്ന്. അപ്പൊ അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു, അവൻ പറഞ്ഞു ഞാനും എന്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. അപ്പം ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ സ്കൂളിലായിരുന്നു, അത്രയുമേ എനിക്ക് ഓർമ്മയുള്ളൂ. പടിപടിയായിട്ട് ദൈവം എന്നെ വളർത്തി. പാസ്റ്ററെ, എവിടെ മീറ്റിംഗ്സ് കാണും, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, വചനം കേൾക്കണം എന്നൊരു ദാഹമായിരുന്നു. അപ്പൊ ഞാൻ നോക്കത്തില്ല അത് പെന്റിക്കോസ്റ്റ് ആണോ, മാർത്തോമാണോ, CSI ആണോ. അപ്പൊ അങ്ങനെ മീറ്റിംഗ്സിൽ പോയി ദൈവം പടിപടിയായിട്ട് വളർത്തി. അങ്ങനത്തെ എനിക്ക് മനസ്സിലാക്കി തന്നു സ്നാനം എടുക്കണം. പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ ആരും അതിന് വില്ലിങ് അല്ലായിരുന്നു. അപ്പം ഒരു ദിവസം ദൈവം എന്നോട് ഇടപെട്ടു, നിനക്ക് ദൈവകൽപ്പനയാണോ ഇമ്പോർട്ടന്റ്, വീട്ടുകാർ പറയുന്നതാണോ? പിന്നെ ഞാൻ ആരോടും ചോദിച്ചില്ല, ഞാൻ തന്നെ ദൈവം എനിക്കൊരു സ്ഥലം ഒരുക്കി തന്നു, പോയി സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാരോടും പറഞ്ഞേ. അപ്പം എനിക്ക് മനസ്സിലായി ദൈവം പറയുന്ന കണ്ണടച്ചങ്ങ് ഉപയോഗിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം പടിപടിയായിട്ട് വളർത്തി. എനിക്ക് അത് കഴിഞ്ഞ് സ്നാനപ്പെട്ട കല്യാണം കഴിച്ചിട്ടാ. പക്ഷെ അതിന് മുമ്പേ ഞാൻ MBBS അഡ്മിഷൻ കിട്ടിയപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ നല്ല ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, CMF. അതുവഴി ഞാൻ കേട്ടു നോർത്ത് ഇന്ത്യയിലെ ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, പണ്ട് എനിക്ക് വിദേശത്ത് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ദൈവം എന്നെ പതുക്കെ പതുക്കെ ട്രാൻസ്ഫോം ചെയ്തു. ഞാൻ സമർപ്പിച്ചു. തിരുവല്ലയിലെ നിക്കോൾസൺ സ്കൂളിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്ന് ഓഫർ യുവർ സെൽഫ് എസ് എ ലിവിങ് സാക്രിഫൈസ്, നവംബർ 12:1-3 വരെ. ഞാൻ പറഞ്ഞു, കർത്താവിന് അടിയൻ ഇത് എവിടെ വിട്ടാലും ഇപ്പൊ ഓൾറെഡി. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ എന്റെ ഫാദർ പറഞ്ഞു, അത് പറ്റത്തില്ല, കല്യാണം കഴിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും വെക്കോ. അപ്പൊ അന്ന് എനിക്ക് ഇച്ചിരി വിഷമായിരുന്നു. ഒട്ടൻചിത്രത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, മിഷനും ഉണ്ട് അവിടെ, നല്ല മിഷൻ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചാ അത്. അന്നൊന്നും എനിക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസം അപ്പച്ച ബസ്സിൽ കൂടി പോയപ്പോ അപ്പച്ചയുടെ ഫ്രണ്ടിനോട്, എടോ എന്റെ മോള് പറയുന്നു ഒട്ടൻചിത്രത്ത് പോകണം. അപ്പം ആ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത, അച്ചായോ നല്ല ആശുപത്രി, അവിടെ പോയാൽ വെല്ലൂരിലും PGക്ക് അഡ്മിഷൻ കിട്ടും. അത് കേട്ടപ്പോ എന്റെ ഫാദർ എനിക്ക് പെർമിഷൻ തന്നു. അങ്ങനെയാണ് ഞാൻ ഒട്ടൻചിത്രത്ത് ഒരു വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആലോചന വരുന്നതും. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ആ കല്യാണം നടന്ന. അല്ലെങ്കിൽ എന്റെ ഫാദർ ഇൻ ലോ വിചാരിച്ചു ബിസിനസ് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഈ ആശ്രമത്തിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതും ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് PG ചെയ്യാൻ ലുധിയാനായി പോയി. ഞാൻ പീഡിയാട്രിക്സിലാണ് ജോയിൻ ചെയ്തത്. ഒരു ദിവസം കൊച്ചിന്റെ ബ്ലഡ് എടുക്കുമ്പോൾ
സിറിഞ്ച് അകത്തിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, എന്തുവാ ഡോക്ടറെ എപ്പോഴും ചെയ്യുന്നതല്ലയോ? ഞാൻ പറഞ്ഞു, എനിക്കും അറിയാം, പക്ഷെ എന്റെ കയ്യിൽ അങ്ങ് ടിംഗ്ലിങ്ങും നംനെസ്സും. പെട്ടെന്ന് എനിക്ക് അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, മസിൽ വീക്ക്നെസ് തുടങ്ങുക. പിന്നെ എന്നെ അവർ ഉടനെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. ഒരു ഒക്ടോബർ 2 ആയിരുന്നു, ഗാന്ധി ജയന്തിയുടെ ദിവസം, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പക്ഷേ എന്റെ ഓൺ കോൾ ആയതുകൊണ്ട് മുമ്പേ എന്റെ ബോർഡിലെ എല്ലാ ജോലിയും ഡിസ്ചാർജ് സമ്മറിയും ഒക്കെ എഴുതി വെച്ചായിരുന്നു, ദൈവത്തിന്റെ കൃപയാൽ. പക്ഷെ അവര് പറഞ്ഞു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, വീക്ക്നെസ് പോലെ, തളരുന്ന പോലത്തെ ഒരു അസുഖം. ഒരു വെന്റിലേറ്റർ എല്ലാം റെഡിയാക്കി ഇട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്റെ പേരൻസ് പറഞ്ഞു അവർക്ക് CMC ലുധിയാന പഞ്ചാബ് വരെ വരാൻ പറ്റത്തില്ല. പിന്നെ ഫ്ലൈറ്റിൽ അവരെന്നെ പെട്ടെന്ന് വെല്ലൂരിലൊക്കെ വിടുമായിരുന്നു. അതുമാണെങ്കിൽ പറയാൻ ഒത്തിരി ഉണ്ട്. പെട്ടെന്ന് പൈസ എവിടുന്ന് വരും? അതും ഒക്ടോബർ 2 എല്ലാ ഫ്രണ്ട്സും കൂടി കളക്ട് ചെയ്ത് എങ്ങനെയാ ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ എന്നെ തന്നെ കയറ്റി വിട്ടു. ഞാൻ അവിടെ ഇറങ്ങി, എന്റെ ബ്രദറിൻലോ എന്നെ വിളിക്കാൻ വന്നു. ടാക്സി കയറുന്ന ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അങ്ങ് ബോധം കെട്ടു. പിന്നെ എന്റെ കണ്ണ് ഓർമ്മ വരുന്നത് കാഷ്വാലിറ്റിയില്ല. അങ്ങനെ അവിടെ അവർ ഒത്തിരി ഡയഗ്നോസ് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാ. അപ്പം അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ഒക്കെ തരേണ്ടി വന്നു. സ്റ്റിറോയിഡ്സ് ഒക്കെ തന്നുകൊണ്ട് അവർ പറഞ്ഞു ഇനി ക്ലിനിക്കൽ സൈഡിൽ വർക്ക് ചെയ്യേണ്ട. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫാർമക്കോളജിയിൽ ഒരു MD എടുത്തു. അതുകൊണ്ട് CMC ലുധിയാനായി പഠിപ്പിക്കാനും ഒത്തിരി സ്റ്റുഡൻസുമായിട്ട് ടച്ച് വരാനും അതും. പിന്നെ ഇപ്പൊ തിരിച്ച് ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റൽ എന്റെ ഫാദറിൻലോ തുടങ്ങിയ സ്ഥലമാണ്. പപ്പായി മീറജി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദർശനം കിട്ടിയതാ. അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പ്രാർത്ഥിച്ചപ്പോ ഫ്രീഡം മൂവ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. 1942 പപ്പ ജയിലിലൊക്കെ പോയത് ക്വിറ്റ് ഇന്ത്യക്ക്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൊളിറ്റിക്സ് കനോട്ട് ചേഞ്ച് ഹ്യൂമൻ ഹാർട്ട്സ്. ദൈവത്തിന് മാത്രമേ ആൾക്കാരെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു പ്രെയർ മൂവ്മെന്റ് ആയിട്ട് മാറി. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ തീരുമാനിച്ചു ഒരു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യക്കും പോകും, ഒരു ഗ്രൂപ്പ് സൗത്ത് ഇന്ത്യക്കും പോകും. അപ്പൊ എന്റെ ഫാദറിൻലോ ഡോക്ടർ PA എബ്രഹാം മാങ്ങാനം കോട്ടയം പിടികയിൽ ഫാമിലിയിലെയാണ്. പപ്പ തീരുമാനിച്ചു നോർത്ത് ഇന്ത്യക്ക് പോകാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. മറ്റേ ഗ്രൂപ്പ് ഒട്ടൻചിത്രം, അമ്പിളിക്കയല്ല, സൗത്ത് ഇന്ത്യ. ഒരു ഗ്രൂപ്പ് ഓഫ് ആശ്രമസിന്റെ ഒരു ഗ്രൂപ്പാ മധ്യപ്രദേശിലെ സിഹോറ ആശ്രമം. അപ്പൊ ആ സിഹോറ ആശ്രമത്തിലെ ഫൗണ്ടർ അച്ഛൻ KT തോമസ് അച്ഛൻ, അമ്മയുടെ കസിൻ ബ്രദർ. അപ്പൊ അച്ഛൻ എന്നും എന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഹൈറ്റ് ഉണ്ട്, മാത്രമല്ല ഞാൻ ബിലീവർ വേണം നിർബന്ധം, പിന്നെ ഡൗറി ചോദിക്കല്, ഇങ്ങനെ 3 പോയിന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ദൈവം ഞാൻ യാചിക്കുന്നതിലും അപ്പുറമായിട്ട് നല്ല ഇൻലോസിനെ, നല്ല ഫാമിലിയെ ദൈവം തന്നു. കാരണം ബ്രദർ ഇൻ ലോസ് ഒക്കെ മാറി മാറി എന്നെ ചെക്കപ്പിന് കൊണ്ടുപോകാനും എന്റെ ബ്രദറും സിസ്റ്ററും നാട്ടിൽ നിന്ന് വന്നു. ദൈവം നല്ലൊരു വണ്ടർഫുൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയും എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പറയാൻ പോയ അസുഖങ്ങൾ ഒത്തിരി ഉണ്ട്, ഒന്നിന്റെ പുറകെ. അതിന് മുമ്പേ എനിക്ക് ഒരു അസുഖം പോലും വരത്തില്ലായിരുന്നു. 100% അറ്റൻഡൻസ് ആയിരുന്നു, സ്കൂളിലും കോളേജിലും ഈവൻ സൺഡേ സ്കൂളിലും. അതിനൊക്കെ പ്രൈസ് കിട്ടുന്ന ആള്. പക്ഷെ അസുഖം തുടങ്ങാൻ വന്നപ്പോൾ ആദ്യം ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അത് കഴിഞ്ഞ് ജോണ്ടസ്, അത് കഴിഞ്ഞ് ട്യൂബർക്ലോസിസ്, അങ്ങനെ ഓരോന്നായിട്ട് വന്നപ്പോ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഒവറിയൻ ഫെയിലിയറും വന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കുഞ്ഞുങ്ങൾ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഇതിന് മുമ്പേ തന്നു, അസുഖത്തിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. അതും ദൈവത്തിന്റെ വലിയൊരു അത്ഭുത വിഷയമാ. ഞങ്ങൾക്കൊരു മോളുണ്ട്, അവളിപ്പം MDS കഴിഞ്ഞു, ഇവിടെ അടുത്തുള്ള ഡെന്റൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഫിസിഷ്യനാണ്, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ആശ്രമത്തിന് പപ്പ തുടങ്ങിയപ്പോ ആണെങ്കിൽ ഒത്തിരി പ്രയാസത്തിലായിരുന്നു. തുടങ്ങിയപ്പോ MBBS കഴിഞ്ഞ് വന്നെങ്കിലും അൺനോൺ പ്ലേസ്. അപ്പം ദൈവം കൊടുത്ത ഒരു വചനമാണ് ആക്സ് ചാപ്റ്റർ 2:44. അവര് എല്ലാം പൊതു മുതലായിരുന്നു, സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥയോട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. ആ വേർഡ് പപ്പായ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് പപ്പ വന്നപ്പോ വെറും കൈയായിട്ടാ വന്ന, സ്ഥലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം പറയാൻ സമയമുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം സമയമുണ്ട് മാമയെ, പറയാം കേട്ടോ. അതായത് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ കാണിച്ചില്ല. പപ്പ ആദ്യമായിട്ട് രാജനന്ദകാവി വന്നപ്പോൾ ഒരു കടത്തിണ്ണയിൽ കടന്നുറങ്ങിയ ഒരു കടയൊക്കെ എന്നെ കാണിച്ചില്ല. അപ്പൊ അവിടെയൊക്കെ പറയാം, ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ, പറയാം, വേഗത്തിൽ പറയാം. അപ്പം ആദ്യം പപ്പ ഇവിടെ വന്നപ്പോ താമസിക്കാനൊന്നും സ്ഥലമില്ല, ലാംഗ്വേജ് പ്രോബ്ലം, അവര് ബാച്ചിലറിന് കൊടുക്കത്തില്ല, കടത്തിണ്ണയിലൊക്കെ കടന്നു. അവസാനം ഒരു ആൾക്ക് തോന്നി മലയാളിയാ, സൗദന്റെ പേര് സാമുവൽ സാറാണ്, ഞാൻ മറന്നുപോയി, എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ അവരൊരു ഹോട്ടലിന്റെ അടുത്ത് താമസിച്ചപ്പോൾ മനസ്സിലായി അവർക്ക് കയ്യിൽ അത്രയും പൈസ ഇല്ല.
അപ്പൊ പപ്പ മഹാസമുദ്രം എന്ന് പറഞ്ഞ അടുത്തുള്ള അവിടെ ഒരു പരിചയമുള്ള ഒരു മലയാളി അച്ചായന്റെ അടുത്ത് ചെന്നപ്പോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ആ അച്ചായൻ ഒരു 500 റുപ്പീസ് കൊടുത്തു. അതുകൊണ്ടാണ് പപ്പ ഇവിടെ വരാനും ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കാനും ബോംബെയില് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ഒരു റൂമുള്ള ഒരു ഇത് വെച്ചാ തുടങ്ങിയത്. അപ്പം പകൽ സമയത്ത് അത് ക്ലിനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോ ആ ടേബിളിൽ തന്നെ അവരത് ഓപ്പറേഷൻ ടേബിളായിട്ട് മാറ്റും. പപ്പായ്ക്ക് നാട്ടിൽ നിന്ന് കൊണ്ട് വന്ന 1-2 ബ്രദേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അവരെ പപ്പ പഠിപ്പിച്ച് അനസ്തീഷ്യ കൊടുക്കാനും. ദൈവം അത്ഭുതകരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തുടങ്ങിയത് അങ്ങനെ ആയിരുന്നു. പിന്നെ വേറൊരു വാടകയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടി, 4 ബെഡ്. പിന്നെ അത് 14 അങ്ങനെ പതുക്കെ പതുക്കെ 40 ബെഡായി. പിന്നെ ഓരോ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. ഫിനാൻസസിന്റെ, എക്യുപ്മെന്റ്സ് ഇല്ല, ലോക്കൽ ഡോക്ടേഴ്സ് ഒബ്ജക്ട് ചെയ്യാൻ തുടങ്ങി, പലവിധമായ പ്രയാസങ്ങളിൽ കൂടി വന്നു. പിന്നെ ഇൻകം ടാക്സ് ഇഷ്യൂ വന്നു. പക്ഷെ അതിലെല്ലാം പപ്പ അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ള ഒരാൾ, കുലുങ്ങാതെ കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനായിരുന്നു പപ്പ. അതുകൊണ്ട് ഇൻകം ടാക്സിന് അവിടെ പോയപ്പോ ഒരു ബ്രാഹ്മണായിരുന്നെങ്കിലും പുള്ളി ഞങ്ങളുടെ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇവർ ചെയ്യുന്ന നല്ല വിലയാന്ന് പറഞ്ഞ് അത് ഞങ്ങളുടെ അനുകൂലമായി ദൈവം ചെയ്തു തന്നു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഹോസ്പിറ്റലില് ജനറൽ സൈഡിൽ 30 ബെഡും ഐ ഓപ്പറേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ 60 ബെഡും. പിന്നെ ഞങ്ങൾക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ ഒന്നോട്ട് പപ്പാടെ വലിയ ആഗ്രഹമായിരുന്നു ഈ ആദിവാസി പിള്ളേരെ എല്ലാം പഠിപ്പിക്കണം, അവരെ കളക്ടറും ഡോക്ടറും ഒക്കെ ആക്കണം. അപ്പം ആ ഗ്രാമക്കാര് തന്നെ നടത്തിക്കൊണ്ട സ്കൂളായിരുന്നു. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താമോ, ഞങ്ങൾക്ക് വേറെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പം അങ്ങനെ അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് 60-50 കിലോമീറ്റർ ദൂരെയാ എന്നും പോയി വരുവാ എൻ്റെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ഒക്കെ. അപ്പം സ്റ്റാൻഡേർഡ് 1 to സ്റ്റാൻഡേർഡ് 12 ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം 1 to 5 ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി പ്രോജക്ട് 2000 തുടങ്ങി. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഒരു ബേർഡൻ കിട്ടി. നമ്മൾ ഹോസ്പിറ്റൽ മാത്രം പോരാ, ചുറ്റുമുള്ള ഏരിയാസിലോട്ട് നോക്കിയപ്പോൾ ഒത്തിരി നീഡ്, മാൽ ന്യൂട്രീഷൻ ഉണ്ട്, ഒത്തിരി ഡിസബിലിറ്റി, ഡിഫറെന്റ്ലി ഏബിൾഡ് പിള്ളേരുണ്ട്, വികലാംഗരുണ്ട്. അപ്പം ഹൈജീൻ അവരെ പഠിപ്പിക്കാനൊക്കെ യൂണിസെഫുമായിട്ട് ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഷോർ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ അവിടുത്തെ ആ ഇന്റീരിയർ വില്ലേജസിലുള്ളവരാരും ഓപ്പറേഷനും തിമിരം ഉണ്ടെങ്കിലും ഒന്നും അവർ കാണിക്കാനേ വരത്തില്ല. ആഴ്ച പോയാലും അവർ അവിടെ തന്നെ ഇരിക്കും. അപ്പം ഗവൺമെന്റുമായിട്ട് ഒരു മെമ്മറാൻഡം സൈൻ ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ വണ്ടി പോയി പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുവരും, ഓപ്പറേഷൻ ചെയ്യും, നെക്സ്റ്റ് ഡേ അവരെ കൊണ്ട് വില്ലേജിൽ വിടും, പിന്നെ അവർ ഫോളോ അപ്പിന് വരും. അങ്ങനെയാണ് സിസ്റ്റം നടക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി പ്രയാസമുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, എത്ര എളുപ്പം ഞങ്ങളുടെ ഫണ്ട് ഒരു കൈക്കൂലി കൂടാതെ റിലീസ് ചെയ്യാനും വേല മുമ്പോട്ട് പോകാനും ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് വിഷൻ സെന്റേഴ്സ് ഉണ്ട് വില്ലേജിലൊക്കെ. അവിടെ ഫിസിയോതെറാപ്പിയും കൊടുക്കും, ഐ ടെസ്റ്റിങ്ങും ചെയ്യും. പിന്നെ 1-2 വില്ലേജ് വിസിറ്റിന് പോയപ്പോ കണ്ടു, പിള്ളേരൊക്കെ ഈ ഡിഫറെന്റ്ലി ഏബിൾ പിള്ളേരാ. പേരൻസിന് ജോലിക്ക് പോകണം, അവരുടെ അടുത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു തൊടല് കൊണ്ട് അവരെ കെട്ടിയിടും, അവർക്ക് ഫുഡ് അടുത്ത് വെച്ചിട്ട് പോകും, ചോറും ഒക്കെ, അതിൻ്റെ അകത്തെല്ലാം ഉറുമ്പും മരിച്ച്. അപ്പൊ അത് കണ്ടപ്പോ തോന്നി അവർക്ക് വേണ്ടി നമുക്കൊരു സെന്റർ തുടങ്ങണം. ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഇപ്പൊ തുടങ്ങി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ. പക്ഷെ പെട്ടെന്ന് കൊറോണ, ഞങ്ങള് ബിൽഡിംഗ് ലോൺ എടുത്താ ഉണ്ടാക്കിയത്, അപ്പോഴത്തേക്ക് കൊറോണ വന്നോണ്ട് അത് ഇച്ചിരി ഒരു പ്രോബ്ലം ആയി. അതിന്റെ ഫണ്ട് ബിൽഡിങ്ങിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇപ്പൊ അടച്ചു തീർന്നിട്ടില്ല. അത് മാത്രമല്ല FCRA ഉള്ളതും അവർ ഞങ്ങളുടെ റിന്യൂ ചെയ്തില്ല. ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു അക്യൂസേഷൻ വന്നു. ഇതൊക്കെ ബേസ്ലെസ് ആ. പിന്നെ ഞങ്ങളത് എങ്ങനെ മുമ്പോട്ട് പോകണം, എങ്ങനെ അത് കേസ് കൊടുക്കണോ, എങ്ങനെ ഫൈറ്റ് ഔട്ട് ചെയ്യണോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ഞങ്ങൾ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണമേ. പിന്നെ ഞങ്ങൾ ആ പ്രോജക്റ്റ് വഴി വീൽ ചെയറും ഒക്കെ കൊടുക്കുന്നുണ്ട് ഡിസേബിൾഡ് ആൾക്കാർക്ക്. പിന്നെ ഇടയ്ക്ക് 1918 ഒരു പ്രോബ്ലം നടന്നു. ഞങ്ങളുടെ ഐ പേഷ്യൻസ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അതെല്ലാം പേപ്പറിലൊക്കെ വന്നതാ. അപ്പം അവര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൂട്ടാൻ നോക്കി, ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നു എന്നൊക്കെ ഒത്തിരി ആരോപണങ്ങൾ വന്നു. പക്ഷെ ആ സമയത്ത് BJP ഗവൺമെന്റ് ആയിരുന്നെങ്കിലും അവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയാം ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ഞങ്ങൾ അവിടെ പോകുന്ന ട്രീറ്റ്മെന്റിന് അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ സാമ്പിൾ വിട്ടപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ തിയേറ്ററിലൊന്നും ഒരു കുഴപ്പമില്ല, അവരാ പോസ്റ്റ് ഓഫ് പീരീഡിൽ ഇടുന്ന ആ മരുന്നില്ലായിരുന്നു കുഴപ്പം. പക്ഷെ ആ ഡ്രഗ് കമ്പനിക്കാരന് ആ ഇൻസ്പെക്ടറിന് കൈക്കൂലി കൊടുത്തിട്ട് റിപ്പോർട്ട് മാറ്റാൻ നോക്കിയെങ്കിലും അയാൾ ഒരു ഹിന്ദു ആയിട്ട് പോലും അയാൾ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, എനിക്കറിയാം, ഞാൻ എൻ്റെ വൈഫിന്റെ ട്രീറ്റ്മെന്റിന് പോകുന്ന ഹോസ്പിറ്റലാണ്. അപ്പം ദൈവം അങ്ങനെ ഇന്റഗ്രിറ്റി ഉള്ള ആൾക്കാരെ തക്ക സമയത്ത് ഞങ്ങൾക്ക് വെച്ച്
ഞങ്ങളെ പല ഏരിയാസിലും സഹായിച്ചിട്ടുണ്ട്. എണ്ണി എണ്ണി സ്തുതിച്ചാൽ അത് മതിയാവത്തില്ല. വീണ്ടും ഇപ്പോഴും പല ചലഞ്ചസ് ഉണ്ട്. സ്കൂളിൽ ഇപ്പം ആത്മാനന്ദം എന്ന് പറഞ്ഞ് തുടങ്ങിയോണ്ട് ഒത്തിരി പിള്ളേർ ഇപ്പം ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയിൽ അതും ഒരു വിഷയമാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകണം. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാര് മറ്റേ ആത്മാനന്ദ് ഗവൺമെന്റ് സ്കൂളിൽ പോയി എല്ലാം ടോട്ടലി ഫ്രീ ആയിരിക്കും. അപ്പം ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ എങ്ങനെ മുമ്പോട്ട് പോകേണ്ട റിസോഴ്സസ് കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. സാറാഫത്ത് ചെറിയത്തോട് ഒരുക്കിയ പറ്റിയപ്പോ സാറാഫത്ത് ഒരുക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു. FCRA വേണമെങ്കിൽ അവർക്ക് റിന്യൂ ചെയ്ത് തരാൻ പറ്റും. ഫണ്ട് റിലീസ് ചെയ്യുന്ന അധികാരികളെ റിലീസ് ചെയ്യാത്തവരെ ട്രാൻസ്ഫർ ആക്കി ദൈവം നല്ല ഒഫീഷ്യൽസിന് ഞങ്ങൾക്ക് കൊണ്ടുവരും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമക്കള് ഈ വിഷയങ്ങളൊക്കെ ഓർക്കണം. ലീഗൽ ആസ്പെക്ട്സ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് ആശ്രമമായോണ്ട് ഞങ്ങളെല്ലാം മെമ്പേഴ്സ് സാലറി എടുക്കുന്നില്ല. ഞങ്ങള് കോമൺലി പൈസ വരുന്നത് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പേയ്മെന്റ് കൊടുക്കും. ഞങ്ങൾ മെമ്പേഴ്സ് കോമൺ കിച്ചൺ ആണ്. പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയത് ഇൻസ്റ്റിറ്റ്യൂഷൻ മീറ്റ് ചെയ്യും. സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ് ആശ്രമത്തിന്റെ പ്രിൻസിപ്പിൾ. അപ്പം മെയിൻ കോമൺ കിച്ചൺ കാണുമ്പോൾ എല്ലാവർക്കും അതിശയം, നിങ്ങളെല്ലാം ഒരുമിച്ചാണോ കഴിക്കുന്നത്? ഡ്രൈവർ ആയാലും നഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും കുക്കായാലും അതും ഒരു സന്തോഷം തന്നെ. അത് ആദ്യമേ എന്നെ പെണ്ണ് കാണാൻ പേഷ്യൻസിനും അവിടുന്ന് തന്ന ഫുഡ് പേഷ്യൻസിനും ഫുഡുണ്ട്. അത് കിച്ചൺ വേറെയാ. ഞങ്ങളുടെ കോമൺ കിച്ചന്റെ അകത്ത് ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫും മെമ്പേഴ്സും പിള്ളേരും എല്ലാവരും. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാ ഡോക്ടറെ. കാരണം ഞാൻ അവിടെ വന്നപ്പം നമ്മൾ ഒത്തിരി പ്രാവശ്യം ഫോണിലൊക്കെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ബോംബെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാൽ ആദ്യം അവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന പിക്ചർ എൻ്റയർലി ഡിഫറെൻറ്റാണ്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഒരു കോമൺ കിച്ചണിൽ നിന്ന് നിങ്ങളെല്ലാവരും കഴിക്കുന്നു. എനിക്കും അവിടുന്ന് കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പം എല്ലാവരും ഒരുപോലെ. അവിടെ കുറേ പേരെ അവിടെ തന്നെ വളർന്നു വന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അനാഥരെന്ന് വിളിക്കാൻ പറ്റുമോ അതോ തള്ളപ്പെട്ടവരെന്ന് വിളിക്കാൻ പറ്റുമോ? അവരെല്ലാം ഒന്നിച്ച് കഴിക്കുന്നു. ഒരു വലിയ ക്യാമ്പസ്. അതുപോലെ എനിക്ക് മറ്റൊരു അത്ഭുതം തോന്നിയത്, നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും, അതുപോലെ ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സ് അവരെല്ലാം ഡോക്ടേഴ്സ്, അവരുടെ മക്കൾ ഡോക്ടേഴ്സ്. അപ്പം ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ ഹോസ്പിറ്റലിൽ ശമ്പളം കൂടാതെ വർക്ക് ചെയ്യുന്നു. നിങ്ങളെല്ലാം ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ഈ കാലത്ത് ഒരു MD ഡോക്ടർ, നിങ്ങൾ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഡോക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാം. പക്ഷേ ശമ്പളം പറ്റാതെ കോമൺ കിച്ചണിൽ നിന്ന് ഫുഡ് കഴിച്ച് ഒരു ആശ്രമ ജീവിതം നയിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഡോക്ടർ വീട്ടിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ഒരു എന്താ ക്വാർട്ടേഴ്സ് പോലൊരു വീട്. അതൊക്കെ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം ഒരു ഡോക്ടറുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈഫൈ ലൈഫ് സ്റ്റൈലൊക്കെ കളഞ്ഞിട്ട് വലിയൊരു പ്രചോദനമാണ്. എന്താ ഡോക്ടറിന് പറയാനുള്ളത്? ഞാനങ്ങ് പറയുക, എൻ്റെ സാക്ഷ്യം പറയുക, ഞാൻ കണ്ട സാക്ഷ്യം പറയുക. അന്ന് പാസ്റ്ററെ, എനിക്ക് ഇവിടെ എന്നെ അച്ഛൻ എന്നെ ഒട്ടൻചിത്രത്ത് വെച്ച പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞു കോമൺ മെസ്സേജ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് അത്രയും കൂടി സമയം ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ. അപ്പം പറയാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്ക് വാർഡിൽ ഞങ്ങൾ പ്രെയർ നടത്തും, വചനം പറയും, പേഴ്സണൽ ഇവാഞ്ചലിസം ഉണ്ട്. അതും അവര് ചില ആൾക്കാരൊക്കെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം അതും ഇച്ചിരി സൂക്ഷിച്ച മറ്റേ വെളിയിൽ നിന്നുള്ള ചർച്ചിൽ ബ്രദേഴ്സും പാസ്റ്റേഴ്സും ഒക്കെ വന്ന് പ്രെയർ നടത്തുമായിരുന്നു, വചനം പറയപ്പോ അവരവരുടെ ഇതൊക്കെ ഡ്രമ്മും ഒക്കെ കൊണ്ടുവരുമ്പോ പാട്ടൊക്കെ പാടുമ്പോ ഇച്ചിരി ശബ്ദം കൂടും. അതുകൊണ്ട് ഇപ്പം നമ്മള് ലോ ഫേസില് മെയിൻ നമ്മുടെ എയിം എന്ത് വെച്ചു, ഇവിടെ വരുന്നവര് യേശുവിനെ അറിയണം. അല്ലെങ്കിൽ പപ്പ പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്താൽ പോരെ ജോലി. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് യേശുവിനെ അറിയണം. നമ്മുടെ ജീവിതം വഴിയും ഇവാഞ്ചലിസം വഴിയും സ്കൂളിൽ വരുന്ന പിള്ളേര് ഞങ്ങൾ ഫാദർ ഒക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ നിർത്തി. അപ്പം നമ്മളിപ്പോ ഒത്തിരി കെയർഫുൾ ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടേ പറയാറുള്ളൂ. ഇനി അവര് ഫോഴ്സ് ചെയ്യാൻ പോവാ സരസ്വതി അവരുടെ ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെ ബോർഡ് വെച്ചിട്ടില്ല. ഹോസ്പിറ്റലിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ നമുക്കറിയത്തില്ല ഒരു ഹോസ്പിറ്റലിലോട്ടുള്ള വഴിയാണ്. ഒരു ബോർഡോ കാര്യങ്ങളോ ഇല്ല. അതൊരു ബോർഡ് ഉണ്ടായിരുന്നു, കാറ്റത്ത് അത് താഴെ വീണി. ഇനി നല്ല ഒരു ബോർഡും ഒരു ഗേറ്റും ഒക്കെ വരും പാസ്റ്ററെ. ശരി,
ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ഒരു നീണ്ട റോഡ് ഇങ്ങനെ കിടക്കുന്നു, അതൊരു ഹോസ്പിറ്റലാണോ ആശ്രമമാണോ ഒന്നും അറിയുന്നില്ല. അപ്പച്ചൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ? അപ്പച്ചന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പപ്പായിക്ക് നല്ല ഒരു വിശ്വാസവും വീക്ഷണവും ഒക്കെ ഉള്ള ഒരാള്. പപ്പ എന്തോ ചെയ്തു അന്നത്തെ ഫ്രീഡം മൂവ്മെന്റിലൊക്കെ ഫൈറ്റർ ആയോണ്ടായിരിക്കും പപ്പ വിചാരിച്ചു നമുക്ക് തന്നെ TB പേഷ്യൻസ്, ലെപ്രസി പേഷ്യൻസ് ഒക്കെ ഒത്തിരി വരുമായിരുന്നു. അപ്പം നമുക്ക് അവർക്ക് ഫ്രീ മെഡിസിൻ കൊടുക്കണം. അപ്പം ഞങ്ങള് പപ്പ ഒരു പശുവിന്ന് ഓസ്ട്രിയൻ ഫ്രീസ് കൊണ്ട് ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഡയറി ഉണ്ട്. പിന്നെ കൃഷി തുടങ്ങി. എത്ര കാരണം എത്ര നമുക്ക് പശുക്കളുണ്ട് അവിടെ? ഇപ്പം 40. 40. സത്യത്തിൽ അതൊക്കെയാണ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ പാസ്റ്ററെ ഇപ്പൊ അത് വരുമാനം അല്ല, ലോസി പോവാ. ഞങ്ങൾ അത് നിർത്തണം എന്ന് വിചാരിച്ചിട്ട് അതും പറ്റത്തില്ല. എന്തോ അതിനൊക്കെ ക്ലോസ് ഉണ്ട്. ഈ പ്രായം ചെന്ന പശുവിനെ ഒന്നും നമുക്കിവിടെ ഇവരുടെ റൂൾസ് അനുസരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് ചുമ്മാതെ ഫീഡ് കൊടുക്കുക, നമുക്ക് നഷ്ടത്തിൽ പോവാ. അതും ഒരു ചലഞ്ചിങ് ഏരിയയായ പപ്പ കൃഷി തുടങ്ങി. നല്ല അന്നേരമൊക്കെ വെള്ളത്തിനൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു, നല്ല കൃഷി കിട്ടുമായിരുന്നു. ഞങ്ങൾ ധാനമൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പം ആ കൃഷിയും അൺടൈംലി റെയിൻസും കാരണം കൊണ്ടും ലേബറേഴ്സും കിട്ടുന്നില്ല ഇപ്പം. അതുകൊണ്ട് കൃഷിയും നഷ്ടത്തിലാ പോന്നെ. അപ്പൊ ഞങ്ങള് CA കൺസൾട്ട് ചെയ്തപ്പോ പറഞ്ഞു ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിന്റെ പാർട്ടായിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പം നെല്ലാണോ? നെല്ലുണ്ട്, പണ്ട് ഗോതമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നെല്ല് മാത്രമേ ഇട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ മങ്കിയുടെ ശല്യമുണ്ട്. മറ്റേ നമ്മൾ വെജിറ്റബിൾസും ഇടുമായിരുന്നു, അതുകൊണ്ട് പന്നികളും ഇപ്പം വരും. നമുക്ക് ഫെൻസ് ഞങ്ങളുടെ എല്ലാം പൊളിഞ്ഞു പോയി. അപ്പൊ ഫെൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സറൗണ്ടിങ് ഏരിയാസിൽ നിന്ന് പന്നി, മങ്കീസ് എല്ലാം കൂടി വരുന്നോണ്ട് ഒന്ന് രണ്ട് ഞങ്ങളുടെ ഇതുപോലെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഫ്രണ്ട്സ് പറഞ്ഞു സോളാർ ഇത് നിങ്ങൾ നോക്കുക. ഞങ്ങളിപ്പോ അതിനെപ്പറ്റിയൊക്കെ ട്രൈ ചെയ്യുന്നു. എങ്ങനെ മുമ്പോട്ട് പോകേണ്ടിയെന്ന് അറിയത്തില്ല. അതെ, അന്ന് പപ്പായുടെ കൂടെ നിന്ന ആളുകൾ, കാരണം ആ ഒരു തുടക്കകാലത്ത് അവരെക്കുറിച്ച് ഉള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഡോക്ടർക്ക് അറിയാമോ? അവരെക്കുറിച്ചൊന്ന് പറയാമോ? അവര് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ വേണമെന്ന് പറഞ്ഞ് അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പ്രൈവറ്റ് ക്ലിനിക്സും ഒക്കെ ഇട്ട് അവർ തിരിച്ചുപോയി. പപ്പ മാത്രമേ നിന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നു ആ സമയത്ത്. സ്വന്തം നമ്മൾ വിചാരിച്ചവർ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നതും ഒക്കെ ഒത്തിരി പ്രയാസമുള്ള അനുഭവത്തിൽ കൂടി പോയി. ഓക്കെ, ശരി. എനിക്കറിയാം, പിന്നെ പപ്പയൊക്കെ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ? ഹസ്ബൻഡൊക്കെ ഇപ്പോഴും നിങ്ങളെ ഹസ്ബൻഡൊക്കെ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞാൻ ഈ ഒരു അഗതി മന്ദിരം കോട്ടയം മാങ്ങാനം ആശ്രമത്തിന്റെ തൊട്ടപ്പുറത്തെ. അപ്പൊ അപ്പോഴേ പപ്പായ്ക്ക് ഒരു ഇത് ജീവിതത്തെ പറ്റി ഇത് പപ്പ വിചാരിക്കും ഈ നോമാഡ്സിന്റെ ഒക്കെ ലൈഫ് കണ്ടിട്ട് അവരിങ്ങനെ കെട്ടും പെറുക്കിക്കൊണ്ട് പോകും, പിന്നെ അടുത്ത സ്ഥലത്ത് പോകും, അവരൊന്നും ഇങ്ങനെ കൂട്ടി വെക്കാറില്ല. അപ്പൊ പപ്പായും ദൈവത്തോട് പറയും എനിക്ക് അധികം തരല്ല, ആരോടും കൈ നീട്ടാനും ഇട വരല്ല. ആ സിമ്പിൾ ലൈഫ് സ്റ്റൈലിനെ പറ്റി മാങ്ങാനം അഗതി മന്ദിരത്തെ തൊട്ടപ്പുറത്തെ വീടാ. അപ്പം അമ്മച്ചിയാണെങ്കിൽ കൊച്ചിലെ ഇവർക്കുള്ള ഫുഡ് കൊടുത്തിട്ട് അമ്മച്ചി കലത്തോടം കൊടുത്തു വിടും. അവിടെ ഒത്തിരി ഓഫൻസ് ഒക്കെ ഉണ്ടല്ലോ അഗതി മന്ദിരത്തിൽ. അപ്പൊ അതൊക്കെ പപ്പായെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ പിന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മീറജിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരവും പ്രെയർ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയത് അല്ലേ? പഠിത്തം തീർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രെയർ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്തു. ഒരു ഗ്രൂപ്പ് വടക്കേ ഇന്ത്യയും ഒരു ഗ്രൂപ്പ് സൗത്ത്. നോർത്തിൽ വന്നാണ് പപ്പ. സൗത്തിൽ പോയതാണ് ഡോക്ടർ തരിയനും ഡോക്ടർ ജേക്കബ് ചെറിയാൻ അമ്പിളിക്കയിൽ ഓട്ടൻചിത്രം തമിഴ്നാട്ടില്. ഒറ്റച്ചിത്രത്തെ ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ട്. സിഹോറയിലെ കാര്യം പറഞ്ഞ സിഹോറ ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞത്. സിഹോറ ഈ ആശ്രമത്തിന്റെ ഒരു ബ്രാഞ്ച്, ഒരു ഗ്രൂപ്പ് ഉണ്ട് പാസ്റ്ററെ. ട്രാൻഡ്രത്തുണ്ട് ബത്തേൽ ആശ്രമം, തിരുവല്ലയിലുണ്ട് ബത്തേൽ ആശ്രമം, തിരുവനന്തപുരത്തുണ്ട് സെനാന ആശ്രമം. അത് CSI-കാരുടെയാ. ചിലർ ഇന്റർ ഡിനോമിനേഷൻ അല്ല. ഈ സിഹോറ മാർത്തോമാക്കാരുടെയാ. അപ്പൊ സിഹോറയിലെ അച്ഛനപ്പച്ചൻ എപ്പോഴും അവധിക്ക് വരുമ്പോ പറയും പിള്ളേരെ നിങ്ങൾ പഠിക്കണം, വടക്കേ ഇന്ത്യയിലെ ടീച്ചർ വേണം, നഴ്സ് വേണം, ഡോക്ടർ വേണം. അപ്പൊ അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഞാൻ വരുമെന്ന്. ദൈവം പടിപടിയായിട്ട് പണിതെടുത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ അസാധ്യയുടെ പ്രേക്ഷകരോട് പറയുക, ഇത് ഒരു ഇന്റർ ഡിനോമിനേഷണൽ ഒരു ഓർഗനൈസേഷൻ. ഇതിനകത്ത് മാർത്തമായ പെന്തക്കോസ്റ്റ് ഒന്നുമില്ല. ആശ ഡോക്ടർ രാജനന്ദഗാവിലെ IFGM ഇന്ത്യ ഫുൾ ഗോസ്പൽ മിഷൻ്റെ ചർച്ചിൽ ഒരു പെന്തക്കോസ്തുകാരിയായിട്ട് ആരാധിക്കുന്നു. ഞാൻ ആ ചർച്ചിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റൽ ഒരു ഡിനോമിനേഷൻ്റെ ഒന്നുമല്ല. അവർ ഒരു വലിയ ക്രൈസ്തവ ദർശനത്തോടു കൂടെ അത് ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, ആസാദി ചാനലിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചാനലിലെ വ്യത്യസ്തതയുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമ്മൾ ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സെഷനിൽ
കൊണ്ടുവന്നിട്ടുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ മാത്രമല്ല, നമ്മളെ എല്ലാ ഇവാഞ്ചലിക്കക്കാർ വന്ന് നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ബ്രദറുകാർ വന്ന് നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മാർത്തോമക്കാർ എക്സ്ക്ലൂസീവ് സെഷനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം, ഞാനവിടെ പോയി താമസിച്ചു, ആശ്രമം കണ്ടു, എനിക്കൊരു കാര്യം മനസ്സിലായി, എന്ത് ചലഞ്ചസാണ് അവിടെ നേരിടുന്നത്. പ്രത്യേകിച്ചും ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ ചെറിയ സൂചനകൾ നൽകി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവർ ഐ സർജറിയൊക്കെ തുടങ്ങിയത്. എന്നാൽ ആ ഫണ്ട് റിലീസാകുന്നില്ല. ഒത്തിരി പേരുടെ ഐ സർജറി ചെയ്തു, ഫണ്ട് പക്ഷേ റിലീസാകുന്നില്ല. ഗവൺമെൻറ്റുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ. അതുപോലെ തന്നെ FCRA നമ്പർ ഒത്തിരി ഓർഗനൈസേഷൻസിൻ്റെ ഇന്ത്യയിൽ ക്യാൻസലായി, ഇവരുടെയും നമ്പർ ക്യാൻസലായി. മറ്റ് ഒത്തിരി ചലഞ്ചസ് ഇന്ന് ഈ ഹോസ്പിറ്റൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്തേണ്ട കാര്യം, അതിനകത്തെ ഈ ഫെലോഷിപ്പിൻ്റെ ആശ്രമത്തിൻ്റെ മെമ്പേഴ്സ് അവർ സാലറി കൂടാതെയാണ് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. ഡോക്ടർമാരാണ്. ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളല്ലേ, അവരെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ, അവരെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. ബ്രദേഴ്സാ, അച്ചാച്ചന്റെ മൂത്ത ബ്രദർ സർജന, വൈഫും ഞങ്ങളുടെ ആശുപത്രിയിലെ എല്ലാ സർജറിയും മോൻചാച്ചനാ ചെയ്യുന്നത്. മക്കളും 3 പേരും ഡോക്ടേഴ്സ്, CMC വെല്ലൂരിൽ നിന്ന് പഠിച്ചവരാ. രണ്ടാമത്തേത് ഞങ്ങള്, മൂന്നാമത്തേത് പ്രദീപ് എഞ്ചിനീയർ ആണെങ്കിലും സ്കൂളിന്റെ ഇൻചാർജും സെക്രട്ടറിയും ഞങ്ങളുടെ അക്കൗണ്ട്സും എല്ലാം പ്രദീപ്, വൈഫ് ശൈലു പ്രിൻസിപ്പൽ. 4ാമത്തെ ബ്രദർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിലും പുള്ളി ഞങ്ങളുടെ കൃഷിയും എല്ലാം നോക്കുന്ന, വൈഫ് ടീച്ചർ. 5ാമത്തെയും 6ാമത്തെയും ബ്രദേഴ്സ് അവരിപ്പോ എബ്രോഡില്ല, ഒരാൾ UK-യിലും ഒരാള് ഓസ്ട്രേലിയയിലും. 6 പേരും 4 പേരും ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ഫാമിലി അല്ലാത്ത മെമ്പേഴ്സും ഉണ്ട്. പൊന്നമാൻറ്റി പൊന്നമ്മയാൻറ്റി ഞാൻ അവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു. ഞാൻ മുമ്പ് ചോദിച്ചത് സത്യത്തിൽ കൂടെ നിന്നവരെന്ന് പറയുമ്പോൾ പൊന്നമ്മയാൻറ്റിയുടെ ഹസ്ബൻഡിനെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓർത്തെടുത്തത്. അപ്പോൾ അവര് നമ്മളോട് കൂടെ ആരംഭം മുതലേ ഉണ്ടായിരുന്നല്ലേ പൊന്നമ്മയാൻറ്റി ഹസ്ബൻഡും ഒക്കെ? പപ്പായ കൊണ്ടുവന്ന കോട്ടയത്തുനിന്ന് ജോണിച്ചായന് ഫാർമസിയിലൊക്കെ ട്രെയിനിങ് കൊടുത്തു. പൊന്നമാൻറ്റി നഴ്സായിട്ട് ആശുപത്രി വർക്ക് ചെയ്തു, പിന്നെ കിച്ചന്റെ ഇൻചാർജായി. പൊന്നമ്മയാൻറ്റി ഇപ്പോഴും ആശ്രമത്തിൽ ആക്റ്റീവാണ്, നിത്യതയിൽ ചേർക്കപ്പെട്ടെന്നാലും ആശ്രമത്തിൽ തന്നെ ആന്റി കഴിയുന്നു. അതെ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. വേറൊരു ഫാമിലിയും ജോയിൻ ചെയ്തു. പുള്ളി സിഹോറ ആശ്രമത്തിലാണ് സ്നാനപ്പെട്ടത്, ആദിവാസി ഹിന്ദു കൺവേർട്ടാ. പുള്ളി അഡ്വക്കേറ്റാ, പുള്ളിയും വൈഫ് ടീച്ചറാ. അവരും ഇപ്പൊ പുതിയ മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് ഇതുപോലെ ഫാമിലി അല്ലാത്തവർ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പപ്പാടെ ആഗ്രഹം. അതുകൊണ്ട് ഇളയ ബ്രദേഴ്സിനെ ഒന്നും ആക്കാൻ ഇതൊരു ഫാമിലി ഇഷ്യൂ അല്ല, ലൈക്ക് മൈൻഡഡ് ആൾക്കാർ വിത്ത് എ വിഷൻ. എല്ലാം കോമൺ പേഴ്സും കോമൺ കിച്ചനും ഉള്ള വിഷൻ വേണം. അല്ല, ദൈവം ഫെലോഷിപ്പ് വേണം, യൂണിറ്റി വേണം. മെയിൻ ട്രസ്റ്റ് ഇവാഞ്ചലിസം പ്ലസ് കമ്മ്യൂണിറ്റി വർക്കും. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈറ്റ് നമ്മുടെ അകത്തുള്ള കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാം. കൊറോണ വന്നപ്പോ ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. ICU ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രയാസം വന്നു. ഞങ്ങളുടെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വെൽ വിഷേഴ്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ICU ആയത്. അതെ, ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, പ്രത്യേകിച്ചും ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇത് കേൾക്കണം. നോർത്ത് ഇന്ത്യയിൽ മിഷണറി ഡോക്ടർമാരായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നു, ശമ്പളമൊന്നും കൈപ്പറ്റാതെ. കോമൺ കിച്ചൺ, കോമൺ പേഴ്സ് എന്നുള്ള കൺസെപ്റ്റിൽ ഈ കാലത്തൊക്കെ അങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, ഈ ഒരു ആശ്രമത്തിൻ്റെ മെമ്പേഴ്സായിട്ട് ധാരാളം പേരവിടെയുണ്ട്. നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോൾ റായ്പൂരിന് അധികം ദൂരമല്ല രാജനന്ദഗാവ്. നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്തിട്ട് ആശ്രമമൊക്കെ ഒന്ന് പോയി കാണാം. ആശ്രമത്തിന് ഒത്തിരി പേരുടെ പ്രാർത്ഥനയും പിൻബലവും ഒക്കെ ആവശ്യമാണ്. ഒരു ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ നിങ്ങൾ ഇത് ചെയ്യണം. അതൊരു അനുഗ്രഹമായിരിക്കും. ഇങ്ങനെയുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്? ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ ആശ തോമസ്, മോള് എമി MDS കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. CMC ലുധിയാനയിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു ഡെന്റൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ? ടീച്ചിങ്. ശരി. എമിക്ക് നല്ലൊരു കുടുംബജീവിതമൊക്കെ കർത്താവ് നൽകട്ടെ. എമ്മിയെക്കുറിച്ചൊരു വാക്ക് പറയണം, കാരണം ആശ്രമത്തിൽ വളർന്ന കുട്ടിയാണ് ആ ആശ്രമത്തിലെ അന്തരീക്ഷം നമ്മൾ അവിടെ ചെന്നാൽ കോമൺ കിച്ചണിൽ നിന്ന് കഴിച്ച് അങ്ങനെ വളർന്ന ഒരു കുട്ടിയാണ്. ദൈവം അവളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും വിട്ടുപോയ അനുഭവങ്ങളുണ്ടോ ഓർമ്മയിൽ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ജീവിതാനുഭവം അല്ലെങ്കിൽ ആശ്രമത്തെ സംബന്ധിച്ചത്.
ഇത്രേ പാസ്റ്റർ എനിക്ക് എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഇത്രയും വരുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഓർമ്മയിൽ ഒരു സംഭവം വരുന്ന അമ്മാമേ, പണ്ടൊരിക്കൽ എന്നെ ഒന്ന് ഫോൺ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അതായത് OPD നടക്കുന്ന സമയത്ത് ഗാവിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിക്ക് ഭൂതമിളകി. എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്തു, പാസ്റ്ററെ എൻ്റെ പേഷ്യൻറ്റിന് ഭൂതമിളകി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഡോക്ടറുടെ മുമ്പിൽ ഭൂതമിളകുക എന്ന് പറഞ്ഞല്ലേ, അതൊക്കെ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അങ്ങനെ ശുശ്രൂഷയിലും കർത്താവ് ഉപയോഗിക്കട്ടെ. ഡോക്ടർ ആശാ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രെയർ വാരിയറാണ്. എനിക്കിടയ്ക്കൊക്കെ മെസ്സേജ് ഇടും. പ്രാർത്ഥനാ വിഷയങ്ങൾ, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പെർസിക്യൂഷൻ നടക്കുന്ന പെർസിക്യൂട്ടഡ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡോക്ടറും മറ്റുമുള്ള ഗ്രൂപ്പ്. അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ചുരുക്കമായിട്ട്. സ്തോത്രം, സ്തോത്രം പിതാവേ. അങ്ങ് ആദിയും അന്ത്യവും ആന്നല്ലോ, ആൽഫ ആൻഡ് ഒമേഗ എന്നല്ലോ അപ്പാ. ഞങ്ങളുടെ ആശ്രമത്തിന്റെ ചലഞ്ചസ് ഷെയർ ചെയ്തപ്പ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാനാണല്ലോ അപ്പ പറഞ്ഞത്. ജാതി മതം ഭേദം ഇല്ലാതെ എല്ലാവരും മനുഷ്യരെ. ഇവൻ നക്സലൈറ്റ്സ് വന്നാൽ, മുഖ്യമന്ത്രി വന്നാൽ എല്ലാവർക്കും സെയിം ട്രീറ്റ്മെന്റ്. ആ യൂണിവേഴ്സൽ ആ കർത്താവിൽ യേശുവിലുള്ള ആ ലവ് ഞങ്ങളിലൂടെ ഒഴുകുവാൻ കർത്താവെ, ഞങ്ങളെ കാണുന്നവർ യേശുവിനെ അറിയുവാൻ ഞങ്ങളെല്ലാം ഒരു മൂവിങ് ബൈബിളായിട്ട് കർത്താവെ ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളിലുള്ള വെളിച്ചം ചുറ്റുമുള്ള അന്ധകാരം പ്രകാശിക്കുവാൻ, മസീ വിരോധിയായിട്ടുള്ളവരും ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുവാൻ അങ്ങ് ഒരു വലിയ റിവൈവൽ അയക്കാൻ പോകുന്നതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങ് മാത്രം അബ്രഹാമിനുള്ള ആ വിശ്വാസം കർത്താവെ തളരാതെ പതറാതെ അന്ത്യകാലത്ത് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഈ മെഡിക്കൽ പ്രൊഫഷൻ വഴിയും സ്കൂള് വഴിയും കമ്മ്യൂണിറ്റി പ്രോജക്ട് വഴിയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ കൂടെ ഉള്ളവരും ഈ വിശ്വാസത്തിലേക്ക് വരാത്തവരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യണം ഞങ്ങൾക്ക് പറഞ്ഞതാപ്പ കർത്താവെ. ഇന്നത്തെ ഈ TV പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് പ്രിയ ആശ ഡോക്ടറുടെ മേൽ, അവരായിരിക്കുന്ന ഫെലോഷിപ്പ് ആശ്രമത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു ഡോക്ടറെ, ഒത്തിരി നന്ദി പറഞ്ഞു. ഇത്രയും സമയങ്ങൾ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളോടൊപ്പം വന്ന് ചെലവഴിച്ചതിൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.